ഇന്ത്യ എന്ന സഖ്യം ഒരു തെരഞ്ഞെടുപ്പ് മുന്നണി മാത്രമാണ്. അതൊരു സമര മുന്നണി അല്ല. പാർലമെന്ററി നേട്ടങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവസരവാദ സമീപനത്തോടെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് മുന്നണി കൊണ്ട് നേരിടാവുന്ന ഒരു പ്രതിഭാസമല്ല ഫാസിസ്റ്റ് വിപത്ത്. BJP നയിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾക്കെതിരെ, സാമ്പത്തിക നയങ്ങൾക്കെതിരെ, അവരുടെ ഫാസിസ്റ്റ് പദ്ധതിക്കെതിരെ ചിട്ടയായ ഒരു ബഹുജന പ്രക്ഷോഭം, ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള സുഘടിതമായ നീണ്ടു നിൽക്കുന്ന നയങ്ങൾ പരാജയപ്പെടുന്നിടം വരെയുള്ള ഒരു ജനകീയ പ്രക്ഷോഭമാകണം ഫാസിസത്തെ ചെറുക്കാനുള്ള ശരിയായ മാർഗം. അതിലൂടെ മാത്രമേ ഫാസിസ്റ്റ് വിപത്തിനെ നേരിടാനാവൂ. പാർലമെന്റിലെ അംഗങ്ങളുടെ എണ്ണം കൊണ്ട് അല്ലെങ്കിൽ ഒരു പാർലമെന്ററി ഗണിതം കൊണ്ട് കൈകാര്യം ചെയ്യാവുന്ന ഒന്നല്ല ഫാസിസ്റ്റ് വിപത്ത്. അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, ഫാസിസം വേരൂന്നുന്നത് ജനങ്ങളുടെ മനോഘടനയിൽ വരുന്ന വലിയൊരു തിരിച്ചുപോക്കിലൂടെയാണ്. അന്ധമായ ദേശഭ്രാന്ത്, അന്യമത വിദ്വേഷം, യുക്തിരഹിതമായ സമീപനം, ഇവയൊക്കെ ചിന്താമണ്ഡലത്തിൽ സ്വാധീനം നേടുമ്പോഴാണ് ഫാസിസ്റ്റ് വിപത്ത് കൂടുതൽ ശക്തിപ്പെടുക. അപ്പൊ ജനങ്ങളെ ഈ മനോഘടനയിൽ നിന്ന് മുക്തമാക്കാൻ, ഫാസിസ്റ്റ് മനോഘടനയിൽ നിന്ന് മുക്തമാക്കിക്കൊണ്ട് ഉയർന്ന ജനാധിപത്യ മതേതര ശാസ്ത്രീയ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ നോക്കിക്കാണാൻ, ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ നോക്കിക്കാണാൻ ജനങ്ങളെ പരിശീലിപ്പിക്കുന്ന വളരെ വിപുലമായ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുന്ന പ്രക്രിയ ഉണ്ടാകും. അതിന് ജനാധിപത്യ പ്രക്ഷോഭമല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അപ്പൊ ജനങ്ങളുടെ മനോഭാവത്തെ, മനോഘടനയെ ഉയർത്തിയെടുക്കാൻ, ഫാസിസ്റ്റ് മനോഘടനയിൽ നിന്ന് മുക്തമായ ഒരു ചിന്താമണ്ഡലം വികസിപ്പിച്ചെടുക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ബഹുജന പ്രക്ഷോഭങ്ങളുണ്ടായിരുന്നു. ആ ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ ഒന്ന് ജനങ്ങൾക്കിടെ സുശക്തമായ സാഹോദര്യം സൃഷ്ടിക്കും. മതവിശ്വാസങ്ങൾക്കുപരിയായി, മറ്റു വിഭാഗീയമായ താല്പര്യങ്ങൾക്കുപരിയായി ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ നോക്കിക്കാണാൻ അവർ തയ്യാറാകും. ആ സമരത്തിന്റെ രംഗത്ത് സൃഷ്ടിക്കപ്പെടുന്ന സാഹോദര്യം, ആ ഐക്യം യഥാർത്ഥത്തിൽ ഫാസിസ്റ്റ് വിപത്തിനെതിരായ ഏറ്റവും വലിയ പ്രതിരോധം. അപ്പൊ ആ ജനകീയ ഐക്യം സൃഷ്ടിക്കാൻ ജനകീയ പ്രക്ഷോഭത്തിലൂടെ സാധ്യമാകും. ഞാൻ ആദ്യം സൂചിപ്പിച്ച തരത്തിലുള്ള ജനാധിപത്യ മനോഘടന സമൂഹത്തിൽ വളർത്തിയെടുക്കാൻ ജനകീയ സമരങ്ങൾക്കേ ആവൂ. ജനകീയ സമരങ്ങൾ പാഠശാലകളാണ്, വളരെ ഉയർന്ന രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുന്ന പാഠശാലകളാണ്. അപ്പോൾ ആ ലക്ഷ്യം വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് മുന്നണി കൊണ്ട് കൈകാര്യം ചെയ്യാവുന്ന അത്ര ലളിതമായ ഒരു പ്രശ്നമായി ഫാസിസത്തെ അവതരിപ്പിക്കുന്നത് തന്നെ ഫാസിസ്റ്റ് പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന സമീപനമാണ്. ഇന്ത്യ മുന്നണിയോ അതിലുൾപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഘടകകക്ഷികളോ BJPയുടെ നയങ്ങൾക്കെതിരായ ഒരു പ്രക്ഷോഭത്തിന്റെ രാഷ്ട്രീയം അനുവർത്തിക്കുന്നില്ല. പ്രത്യേകിച്ചും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അധികാര ഘടനയുടെ നയങ്ങളോട് കലഹിച്ച് നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. ഇന്ന് അവർ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. പ്രക്ഷോഭത്തിന്റെ രാഷ്ട്രീയം,
നയങ്ങളെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭത്തിന്റെ രാഷ്ട്രീയം ഈ പ്രസ്ഥാനങ്ങളൊന്നും അനുവർത്തിക്കുന്നില്ല. ദേശീയ കർഷക പ്രക്ഷോഭത്തിന്റെ സന്ദർഭത്തിലായാലും BJPയുടെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ഉയർന്നു വന്ന ആ പ്രക്ഷോഭത്തിന്റെ വേളയിലായാലും ദേശീയ ഗുസ്തി താരങ്ങൾ ഉയർത്തിയ ഈ രാജ്യത്തെ സ്ത്രീത്വം അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗൗരവപ്പെട്ട ഒരു വിഷയത്തിൽ അധികരിച്ചുയർന്നു വന്ന പ്രക്ഷോഭത്തിന്റെ കാര്യത്തിലായാലും ഒട്ടനവധി സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടത് പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ സമരം ചെയ്യാൻ മുന്നോട്ട് വന്ന വിഭാഗങ്ങളോട് ഐക്യപ്പെട്ടുകൊണ്ട് അതിനെ ഒരു ദേശീയ പ്രക്ഷോഭമാക്കി ഒരു വലിയ ജനകീയ മുന്നേറ്റമാക്കി മാറ്റിയെടുക്കാൻ പരിശ്രമിക്കുന്നില്ല എന്നത്. ജനാധിപത്യ ധ്വംസനങ്ങൾ ഉണ്ടായി, ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെട്ടു, മാധ്യമങ്ങൾ വേട്ടയാടപ്പെട്ടു, മാധ്യമപ്രവർത്തകർ തുറുങ്കിലിരക്കപ്പെട്ടു, രാഷ്ട്രീയ പ്രതിയോഗികൾ കൊന്നുതള്ളപ്പെട്ടു. എവിടെ പ്രതിഷേധം ഉണ്ടായി? കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിക്കൊണ്ട് തീരുമാനമുണ്ടായി. എവിടെ പ്രതിഷേധം ഉണ്ടായി? നമ്മൾ കണ്ടതാണ്. ഇന്ധന വില വർധനവിനെതിരെ എന്തെല്ലാം മേഖലകളിൽ വലിയ ആക്രമണങ്ങൾ ഉണ്ടായി. അപ്പോഴൊന്നും പ്രക്ഷോഭത്തിന്റെ രാഷ്ട്രീയം ഈ മുന്നണിയോ ഈ മുന്നണിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഘടക കക്ഷികളോ അത്തരം ഒരു പാത പിന്തുടരുന്നതായി നാം കണ്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈ ഇന്ത്യ മുന്നണിയിലെ ഉൾപ്പെട്ടിരിക്കുന്ന കക്ഷികൾ, ഘടക കക്ഷികളായി വന്നിരിക്കുന്ന കക്ഷികൾ, അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ BJP സർക്കാരിന്റെ നയങ്ങളെ അപ്പാടെ പിന്തുടരുന്നതാണ് നാം കാണുന്നത്. ഈ സർക്കാരുകൾ, സംസ്ഥാന സർക്കാർ അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ അപ്പാടെ നടപ്പാക്കുക വഴി ആ നയങ്ങൾക്കെതിരായ സാധാരണ മനുഷ്യരുടെ ഇരകളുടെ പോരാട്ടം ദുർബലപ്പെടുകയാണ്. അതിന്റെ ന്യായയുക്തത ജനങ്ങൾക്കിടയിൽ സ്ഥാപിക്കാൻ ഈ പ്രസ്ഥാനങ്ങൾക്ക് കഴിയാതെ സമരത്തിന്റെ ന്യായയുക്തത. അപ്പോൾ നയങ്ങൾ ആവിഷ്കരിക്കുന്നത് വഴി ഈ ഫാസിസ്റ്റ് നയങ്ങൾക്ക് ബലം പകരുന്ന, ശക്തി പകരുന്ന ഒരു സമീപനം. ഒരൊറ്റ ഉദാഹരണത്തിലൂടെ ചോദിക്കാം. UAPA നടപ്പിലാക്കില്ല എന്ന് നമ്മുടെ ഇടതുപക്ഷ സുഹൃത്തുക്കൾ ഇപ്പോൾ പ്രകടന പത്രികയിലൂടെ പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ഇടതുപക്ഷ സുഹൃത്തുക്കൾ അധികാരത്തിലിരിക്കുന്ന കേരളം പോലൊരു സംസ്ഥാനത്ത് 1 വർഷത്തിലധികം അലനെയും താഹയും UAPA ചുമത്തി നേരിട്ടു. അപ്പോൾ സർക്കാരുകൾ അവരുടെ പ്രവർത്തനത്തിന്റെ രംഗത്ത്, നയങ്ങളുടെ രംഗത്ത്, നടപടികളുടെ രംഗത്ത് കേന്ദ്ര സർക്കാരിനെ പിന്തുടരുമ്പോൾ, ആ നയങ്ങൾ അണുവിട വ്യതിചലിക്കാതെ നടപ്പാക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ നയങ്ങൾക്കെതിരെ നടത്തുന്ന പ്രചാരണമോ നയങ്ങൾക്കെതിരെ എടുക്കുന്നു എന്ന് പറയപ്പെടുന്ന നിലപാടുകളോ അതിന് തീർത്തും വിശ്വാസ്യതയില്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. ചുരുക്കത്തിൽ ഈ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർ ആവിഷ്കരിക്കുന്ന നയങ്ങൾ വഴി ദുർബലപ്പെടുന്നത് ഫാസിസ്റ്റ് വിരുദ്ധ ജനാധിപത്യ പ്രക്ഷോഭമാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് അവരുടെ ഭാഗമാകാൻ പറ്റാത്തത്. മറ്റൊരു കാര്യം, ഈ ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കക്ഷികൾ അവരും അനുവർത്തിക്കുന്നത് ഈ അന്ധമായ ദേശഭ്രാന്തിൻ്റെയോ അന്യമത വിദ്വേഷത്തിൻ്റെയോ, ഇനി അതല്ലെങ്കിൽ വളരെ ഇടുങ്ങിയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ധ്രുവീകരണങ്ങളോ ഒക്കെ തന്നെയാണ് ഈ ഘടകകക്ഷികൾ പിന്തുടരുന്നത്. മഹാരാഷ്ട്രയിൽ ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന ശിവസേന, അതിൻ്റെ ചരിത്രം, എന്തിന് ചരിത്രം, അതിൻ്റെ വർത്തമാനകാലം തന്നെ പാർലമെന്റിൽ ആ കക്ഷിയുടെ പാർട്ടി നേതാവ് നടത്തിയ പ്രസംഗം, ഈ പിരിച്ചുവിടപ്പെട്ട 17ാം പാർലമെന്റിന്റെ അവസാനത്തെ ദിവസം ശിവസേന നേതാവ് സഞ്ജയ് റൌത്ത് നടത്തിയ പ്രസംഗം, ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയം പ്രയോഗത്തിൽ കൊണ്ടുവന്ന ആദ്യത്തെ പാർട്ടി ശിവസേനയാണെന്നും അതുകൊണ്ട് രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ക്രെഡിറ്റ് മറ്റാർക്കുമല്ലെന്നും പറയുകയുണ്ടായി. അങ്ങനെ പറയുന്ന ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് മൃദു ഹിന്ദുത്വമോ തീവ്ര ഹിന്ദുത്വമോ ആയിക്കൊള്ളട്ടെ, അതേ നയങ്ങളെയും സമീപനങ്ങളെയും പിൻപറ്റിക്കൊണ്ട് എങ്ങനെയാണ് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കഴിയുക? എങ്ങനെയാണ് മതേതരത്വത്തെ സംരക്ഷിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഫാസിസ്റ്റ് വിപത്തിനെ ചെറുക്കാൻ കഴിയുക?
കഴിയില്ല. അപ്പോൾ ആ വിധത്തിലുള്ള ഒരു അവസരവാദ തെരഞ്ഞെടുപ്പ് സഖ്യം പാർലമെന്റിൽ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ, എങ്ങനെയും എണ്ണം വർദ്ധിപ്പിക്കാൻ നടത്തുന്ന എല്ലാ തത്വവും ആദർശവും വെടിഞ്ഞുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് മുന്നണി. ഒപ്പം ആ കക്ഷികൾ അവർ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ BJPയുടെ ആവൽക്കരങ്ങളായ അതീവ രാജ്യവിരുദ്ധമായ നയങ്ങൾ നടപ്പാക്കുന്ന സമീപനം, ഇതൊക്കെയാണ് ഇന്ത്യ മുന്നണി പ്രതിനിധാനം ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് ആണ് SUC കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിൻ്റെ ഭാഗമാകാത്തത്. മറിച്ച് അതൊരു സമരമുന്നണിയാണെങ്കിൽ, നയങ്ങൾക്കെതിരായ തത്വാധിഷ്ഠിതമായ പ്രക്ഷോഭത്തിൻ്റെ രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നെങ്കിൽ, കോൺഗ്രസ് എന്നല്ല, അത്തരത്തിൽ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്ന ഏതൊരു പ്രസ്ഥാനവുമായി BJPയുടെ നയങ്ങൾക്കെതിരെ പൊരുതാൻ SUC കമ്മ്യൂണിസ്റ്റ് തയ്യാറാണ് താനും.